ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഗ്രി ടെക് ഫാമിംഗ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വിഷയം കരിങ്കോഴികളിലെ വ്യാജനെ എങ്ങനെ തിരിച്ചറിയാം, എന്താണ് കരിങ്കോഴിയുടെ വ്യാജൻ, കരിങ്കോഴിയിൽ വ്യാജൻ ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കരിങ്കോഴികളിൽ ധാരാളമായിട്ട് വ്യാജൻ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് BV380 കരിങ്കോഴിയിലുമാണ് വ്യാജന്മാർ വരുന്നത്. കരിങ്കോഴിയിലെ വ്യാജൻ എന്ന് പറയുന്ന കോഴികൾ നമ്മുടെ കൈരളി കോഴികളിലെ കാപ്പിരി കോഴികളെന്ന് പൊതുവെ കർഷകരെല്ലാവരും വിളിക്കുന്ന കറുത്ത നിറമുള്ള കോഴികളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കരിങ്കോഴികളെ ഇങ്ങനെ വിൽക്കുന്നത് വ്യാജനാണോ എന്ന ചോദ്യത്തിനുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു മറുപടി പറയാം. ഞാനിപ്പോൾ കുറച്ച് കറുത്തിലുള്ള ഒരാളാണെന്ന് വിചാരിക്കേണ്ട ആണ്. അപ്പോൾ എന്നെപ്പോലെ കറുത്തിലുള്ള ഒരാളെ നമ്മൾ ആഫ്രിക്കക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളം നന്നായി സംസാരിക്കുന്ന കേരളത്തിൽ ജനിച്ചു വളർന്ന എന്നെ ആഫ്രിക്കക്കാരനാണെന്ന് പറഞ്ഞ് ഒരാളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു നുണയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു വെളുത്തിട്ടുള്ള ഒരാളാണ്. ആ വെളുത്തിട്ടുള്ള ഒരാളെ കാണിച്ചിട്ട് ഇദ്ദേഹം അമേരിക്കക്കാരനാണ് അല്ലെങ്കിൽ ഒരു സായിപ്പാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളൊരു മലയാളി ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നുണയാണ്. അതുപോലെ തന്നെയാണ് കരിങ്കോഴിയുടെയും കാര്യം. കരിങ്കോഴികൾ അഥവാ കാലിമാസി അല്ലെങ്കിൽ നമ്മുടെ കടക്നാഥ് എന്നൊക്കെ പറഞ്ഞ് വിൽക്കേണ്ട കോഴികളെ, കരിങ്കോഴികൾ എന്ന് നമ്മൾ പറയുന്ന കോഴികളെ നമ്മുടെ വെളുന്തിറ ഹാച്ചറി വികസിപ്പിച്ചെടുത്ത കോഴികളിൽ നിന്ന് വരുന്ന കോഴികൾ, അതായത് വെളുന്തിറ ഹാച്ചറിയിൽ നിന്ന് ഇറക്കുന്ന കൈരളി കോഴികൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് പല പല കളറിലാണ്. കരിങ്കോഴി ഈ കറുത്ത കളറിലാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ കൈരളി കോഴികൾ ഇന്ന കളറിലാണ് അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പല കോഴികൾ പല ടൈപ്പിലാണ് കൈരളി കോഴികളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കരിങ്കോഴിയുടെ രൂപസാദൃശ്യമുള്ള കരിങ്കോഴിയെ പോലെ തോന്നിപ്പിക്കുന്ന എന്നാൽ ഒറിജിനൽ കരിങ്കോഴി അല്ലാത്ത കരിങ്കോഴികളും ഉണ്ട്. അപ്പം അത്തരം കോഴികളാണ് കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലിപ്പോൾ പ്രചാരത്തിലുള്ള കരിങ്കോഴികൾ. ഒറിജിനൽ കരിങ്കോഴികൾ തീരെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അപൂർവമായിട്ട് പല ആളുകളുടെയും കയ്യിലുണ്ട്. പക്ഷേ നമുക്ക് എങ്ങനെ ഇതിനെ തിരിച്ചറിയാം? പല ആളുകളും നോക്കുന്നത് നഖത്തിന് മഞ്ഞളിപ്പുണ്ടോ, എല്ലാം കറുപ്പാണോ, എല്ലാ ഭാഗങ്ങളും ബോഡി പാർട്സ് എല്ലാം കറുപ്പാണോ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ബോഡി പാർട്സും കറുപ്പായിട്ടുള്ള കോഴികളും ചില കോഴികൾ അറുത്ത് ഇറച്ചിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇറച്ചിക്ക് കറുത്ത നിറം, അതുപോലെ തന്നെ എല്ലിന് കറുത്ത നിറം ഇല്ലാത്ത കോഴികളുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെയുള്ള കരിങ്കോഴികളിൽ ചില കോഴികൾക്ക് പൂവ് കറുപ്പ് കളറാണ്, എന്നാൽ ചില കോഴികൾക്ക് പൂവ് ചുവപ്പ് കളറാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കോമൺ സ്വഭാവം വെച്ചിട്ട് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം ഇറച്ചിയും എല്ലും കറുത്ത നിറത്തിലാണെങ്കിൽ ആ കോഴികൾ ഒറിജിനൽ ആയിരിക്കും. ഒറിജിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് ഒറിജിനൽ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഈ കരിങ്കോഴികളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം. അതിൻ്റെ ഇറച്ചി, അതായത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നവർക്കൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രായോഗികമായിരിക്കില്ല. അപ്പോൾ അതിനെ നോക്കി തന്നെ, അതായത് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളെ ഡേ ഓൾഡായിട്ട് കൊണ്ടുവരുമ്പോൾ അതിന് ഒരു വെളുത്ത നിറം നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അത് താരതമ്യേന വളർന്നു വലുതാകുമ്പോൾ കറുപ്പ് കളറായിട്ട് മാറുന്നതും കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യം ചിന്തിച്ചാൽ മതി. നമുക്ക് കിട്ടുന്ന കരിങ്കോഴികൾ 100% എന്ന ഒരു വാക്ക് ഒഴിവാക്കി ഒറിജിനൽ കോഴികൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. കരിങ്കോഴികളാണ്, പക്ഷെ അത് ഒറിജിനൽ 100% ഒറിജിനൽ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു രത്ന ചുരുക്കം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും പറ്റില്ലെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.